ഒരുപാട് ജോലി ചെയ്തു തീർക്കാനുണ്ട്. അതുകൊണ്ട് എനിക്കിന്ന് വരാൻ കഴിയില്ല. ഐ ഹാവ് എ ലോട്ട് ഓൺ മൈ പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഇഡിയമാണ് അല്ലെങ്കിൽ ശൈലിയാണ്. ഒരുപാട് ജോലി ചെയ്തു തീർക്കാനുണ്ട് അല്ലെങ്കിൽ ഞാൻ വളരെ തിരക്കിലാണ് എന്ന് പറയുവാൻ വേണ്ടിയാണ് ഈ ഇഡിയം ഉപയോഗിക്കുന്നത്. സോ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അല്ലെങ്കിൽ അതിനാൽ എന്ന മീനിങ് ആണ്. ഐ വോണ്ട് ബി ഏബിൾ ടു മേക്ക് ഇറ്റ്. വരാൻ കഴിയില്ല അല്ലെങ്കിൽ വരാൻ സാധിക്കില്ല എന്ന മീനിങ് ആണ്. സാധാരണയായി ഒരു പരിപാടിക്കോ മീറ്റിങ്ങിനോ പങ്കെടുക്കാൻ കഴിയില്ലെന്ന് അറിയിക്കാൻ വേണ്ടിയാണ് ഈ ഫ്രേസ് ഉപയോഗിക്കുന്നത്. ഐ ഹാവ് എ ലോട്ട് ഓൺ മൈ പ്ലേറ്റ് സോ ഐ വോണ്ട് ബി ഏബിൾ ടു മേക്ക് ഇറ്റ്. അഥവാ വരാൻ പറ്റിയാൽ ഞാൻ നിന്നെ വിളിച്ചോളാം. ഐ വിൽ കോൾ യു എന്ന് പറഞ്ഞാൽ ഞാൻ നിന്നെ വിളിക്കാം എന്ന മീനിങ് ആണ്. അല്ലെങ്കിൽ വിളിച്ചോളാം. ജസ്റ്റ് ഇൻ കേസ് ഐ മേക്ക് ഇറ്റ്. ജസ്റ്റ് ഇൻ കേസ് എന്ന് പറഞ്ഞാൽ അഥവാ അല്ലെങ്കിൽ ഇനി എങ്ങാനും എന്ന മീനിങ് ആണ്. അതായത് ഒരു സാധ്യത മുൻനിർത്തി പറയാനാണ് ജസ്റ്റ് ഇൻ കേസ് എന്ന ഫ്രേസ് ഉപയോഗിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസമായി ഞാൻ അവധിയിലായിരുന്നു. ഐ വാസ് ഓൺ ലീവ് ഫോർ ദ പാസ്റ്റ് 2 days. കഴിഞ്ഞ 2 ദിവസമായി ഞാൻ അവധിയിലായിരുന്നു എന്ന മീനിങ് ആണ്. 2 ദിവസം മുമ്പ് തുടങ്ങിയ അവധി ഇപ്പോഴും തുടരുകയാണെങ്കിൽ ഇങ്ങനെ പറയാം. ഐ ഹാവ് ബീൻ ഓൺ ലീവ് ഫോർ 2 days. ഐ ഹാവ് സം വർക്ക് പൈൽഡ് അപ്പ് എന്ന് പറഞ്ഞാൽ കുറച്ച് ജോലികൾ കുന്നുകൂടി കിടപ്പുണ്ട്. പൈൽഡ് അപ്പ് എന്ന് പറഞ്ഞാൽ കുമിഞ്ഞുകൂടുക അല്ലെങ്കിൽ കുന്നുകൂടി കിടക്കുക. ഈ അപേക്ഷ പൂരിപ്പിച്ച് തീർക്കാൻ എന്നെ സഹായിക്കുന്നതിൽ വിരോധമുണ്ടോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടോ? വുഡ് യു മൈൻഡ് ഹെൽപ്പിംഗ് മീ കംപ്ലീറ്റ് ദിസ് ആപ്ലിക്കേഷൻ? അതായത് ഇവിടെ പൊളൈറ്റായി ഒരു റിക്വസ്റ്റ് ചോദിക്കുകയാണ്. ഇതുപോലെ വുഡ് ഉപയോഗിച്ച് ഒരു റിക്വസ്റ്റ് ചോദിക്കുന്നതിന് വേണ്ടി വുഡ് യു മൈൻഡ് അതിനുശേഷം വരുന്ന വെർബ് ING ഫോമിലായിരിക്കണം. അതായത് ഇവിടെ ഹെൽപ്പ് എന്ന വെർബാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ കൂടെ INGയും കൂടി ചേർത്ത് വുഡ് യു മൈൻഡിന് ശേഷം ഹെൽപ്പിംഗ് എന്ന് വരും. വുഡ് യു മൈൻഡ് ഇഫ് ഐ സാറ്റ് ഹിയർ എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ ഇരുന്നോട്ടെ അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഇരിക്കുന്നതിൽ വിരോധമുണ്ടോ ബുദ്ധിമുട്ടുണ്ടോ എന്ന് മറ്റൊരാളോട് പെർമിഷൻ അല്ലെങ്കിൽ അനുവാദം ചോദിക്കുകയാണ്. ഇതുപോലെ വുഡ് ഉപയോഗിച്ച് ഒരു പെർമിഷൻ ചോദിക്കുവാൻ വേണ്ടി വുഡ് യു മൈൻഡ് അതിനുശേഷം ഇഫ് ഐ അതിനുശേഷം ഏത് വെർബാണോ ഉപയോഗിക്കുന്നത് അതിൻ്റെ പാസ്റ്റ് ടെൻസ്. ഇവിടെ സിറ്റിൻ്റെ പാസ്റ്റ് ടെൻസ് സാറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എത്രാമത്തെ നിലയിലാണ് ഓഫീസ്? വിച്ച് ഫ്ലോർ ഈസ് ദി ഓഫീസ് ഓൺ? 3-ാമത്തെ നിലയിലാണ്. ഇറ്റ് ഈസ് ഓൺ ദ 3rd floor. എക്സ്ക്യൂസ് മീ, വേർ ഈസ് ദ എലിവേറ്റർ? എവിടെയാണ് ലിഫ്റ്റ് എന്ന മീനിങ് ആണ്. എക്സ്ക്യൂസ് മീ എന്ന് ആദ്യം ചോദിച്ചിരിക്കുന്നത് പരിചയമില്ലാത്ത ഒരാളോട് എന്തെങ്കിലും ഒരു കാര്യം ചോദിക്കുമ്പോൾ അവരുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയാണ്. നേരെ പോകുക, വലത്തു ഭാഗത്തെ കോർണറിൽ ലിഫ്റ്റ് ഉണ്ട്. ഗോ സ്ട്രെയിറ്റ്, നേരെ പോകുക എന്ന മീനിങ് ആണ്. ആൻഡ് ദ എലിവേറ്റർ ഈസ് ഇൻ ദാറ്റ് കോർണർ ഓൺ ദ റൈറ്റ്. ആരെയാണ് കാണാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ആരെയാണ് കാണാൻ ഉദ്ദേശിക്കുന്നത്? ഹൂം ഡു യു വിഷ് ടു മീറ്റ്? എനിക്ക് മാനേജരെ കാണണം. ഐ വുഡ് ലൈക്ക് ടു മീറ്റ് ദ മാനേജർ. മാനേജർ ഇന്ന് സ്ഥലത്തില്ല. ദ മാനേജർ ഈസ് എവേ ടുഡേ. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, ദ മാനേജർ ഈസ് നോട്ട് ഇൻ ടുഡേ. അദ്ദേഹം നാളെ തിരിച്ചെത്തും. ഹി വിൽ ബി ബാക്ക് ടുമറോ. നാളെ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഓഫീസിലൊന്ന് അന്വേഷിക്കൂ. ഇൻക്വയർ അറ്റ് ഓഫീസ് ബിഫോർ യു ഹെഡ് ഓവർ ടുമറോ. ഇൻക്വയർ എന്ന് പറഞ്ഞാൽ അന്വേഷിക്കുക എന്ന മീനിങ് ആണ്. ബിഫോർ യു ഹെഡ് ഓവർ ടുമറോ, നാളെ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ്. നിങ്ങൾക്ക് നാളെ ഈ നമ്പറിൽ വിളിക്കാം. യു ക്യാൻ കോൾ അസ് അറ്റ് ദിസ് നമ്പർ ടുമറോ.
അപേക്ഷ പൂരിപ്പിച്ച് നാളെ കൊണ്ടുവന്നാൽ മതി. ജസ്റ്റ് ഫിൽ ഔട്ട് ദ ആപ്ലിക്കേഷൻ ആൻഡ് ബ്രിങ് ഇറ്റ് ടുമറോ.